Question number 1.7. A student measures the thickness of a human hair by looking at it through a microscope of magnification 100. He makes 20 observations and finds that the average width of the hair in the field of view of the microscope is 3.5 mm. What is the estimate on thickness of hair? അതായത് ഒരു സ്റ്റുഡൻറ് എന്ത് ചെയ്യുക, ഹ്യൂമൻ ഹെയറിന്റെ തിക്നെസ് മെഷർ ചെയ്യാണ് എന്തുവഴി, ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ. അപ്പം മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ എത്ര തന്നു, 100 തന്നു. ആ പയ്യൻ എന്ത് ചെയ്തു, 20 ഒബ്സർവേഷൻ നടത്തിയിട്ട് ആവറേജ് വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 3.5 mm ആണ് കണ്ടുപിടിച്ചു. എങ്കിൽ തിക്നെസ് ഓഫ് ദി ആക്ച്വൽ ഹെയർ, അതായത് കറക്റ്റ് തിക്നെസ് എത്രയായിരിക്കും ആ ഒരു ഹെയറിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പം നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഒബ്സർവ്ഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയടാ, റിയൽ വിഡ്ത്ത് എന്ന് പറയാം. ഒബ്സർവ്ഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിയൽ വിഡ്ത്ത് എന്ന് പറയാം. ഇവിടെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്, 100 ആണ്. ഒബ്സർവ്ഡ് വിഡ്ത്ത് എത്രയാണ്, 3.5 mm ആണ്. ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും, റിയൽ വിഡ്ത്ത് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് റിയൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്ര വരും, റിയൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്ര വരും ഇവിടെ പറഞ്ഞേ, 3.5 ഡിവൈഡ് ബൈ 100 mm എന്ന് വരും. ഓക്കെ അല്ലേ? ഈസ് ഈക്വൽ ടു 0.035 mm എന്ന് വരും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 1.8. ആൻസർ ദ ഫോളോയിങ്. നമുക്ക് എന്താണ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കണം. You are given a thread and a meter scale. How will you estimate the diameter of the thread? നമുക്കൊരു ത്രെഡും മീറ്റർ സ്കെയിലും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആ ത്രെഡിലെ ഡയമീറ്റർ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവൂടാ, ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ എന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ. ത്രെഡ് തന്നിട്ടുണ്ട് ഇല്ലേ, ഈ ത്രെഡ് കൊണ്ട് ഈ ഒരു മീറ്റർ സ്കെയിലിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ കോയിൽ ചെയ്യണം. ത്രെഡ് കൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടുപ്പിച്ച് റൗണ്ട് ചെയ്യണം കേട്ടോ. അടുപ്പിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം. അടുപ്പിച്ച് ഇവിടെ ഇപ്പം ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ല, അടുപ്പിച്ച് എന്ത് ചെയ്യണം, ഇങ്ങനെ മീറ്റർ സ്കെയിലിൽ എന്ത് ചെയ്യണം, കോയിൽ ചെയ്ത് വരണം. അങ്ങനെ ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും ഇതിന് എത്ര ടേൺസ് ഉണ്ടാവും, ഒരു n ടേൺസ് ഉണ്ടായെന്നിരിക്കട്ടെ. എത്ര ടേൺസ് ഉണ്ടായെന്നിരിക്കട്ടെ, n ടേൺസ് ഉണ്ടായെന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? അങ്ങനെ n ടേൺസ് ഉണ്ടായാൽ ഇനി ഇവിടെ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് വരുമ്പോൾ ഈ സ്കെയിലിന്റെ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ റാപ്പ് ചെയ്ത് വന്നതെന്ന് വിചാരിക്കും. ത്രെഡ് എന്താ ഇങ്ങനെ റാപ്പ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ വരെ എപ്പത്ത് വരുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, മീറ്റർ സ്കെയിലിന്റെ L ആണെന്ന് ഇരിക്കട്ടെ. L അല്ലെങ്കിൽ അത് 1 ആണെന്ന് ഇരിക്കട്ടെ. 1 മീറ്റർ വരെ റാപ്പ് ചെയ്യാൻ പറ്റിയത് എന്തിന്റെ, മീറ്റർ സ്കെയിലിന്റെ. എങ്കിൽ നമുക്ക് ഇതിന്റെ ഈ 1 മീറ്ററിൽ റാപ്പ് ചെയ്തതിൽ എത്ര ടേൺസ് ഉണ്ടായി, n ടേൺസ് ഉണ്ടായി. ഇത് എത്ര ടേൺസ് ഉണ്ടായി, n ടേൺസ് ഉണ്ടായി. എങ്കിൽ നമുക്ക് പറയാം ഇതിപ്പോ ഇത്രയും നീളം, ഈ ഒരു നീളമാണ് എന്ത്, 1 മീറ്റർ. ഇത്ര അടുപ്പിച്ച് ഇത് ചെയ്തപ്പോൾ റാപ്പ് ചെയ്തപ്പോൾ ഇത്രയും നീളം എത്ര കിട്ടി, 1 മീറ്റർ കിട്ടി. ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റി. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എന്താണ്, 1 മീറ്റർ ആണ്. എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ടേണിന്റെ ആ ഒരു നൂലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവൂടാ, മൊത്തത്തിൽ ഈ ഒരു നീളം 1 ആണെങ്കിൽ എന്തിന് ഈക്വൽ ആവും, 1 ഡിവൈഡ് ബൈ എത്ര ടേൺസ് ഉണ്ടോ അത് 1 ഡിവൈഡ് ബൈ n ഈക്വൽ ആവും അല്ലേ. ഈ ഒരു നൂലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും, ഇത് 1 ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആവും, 1 ഡിവൈഡഡ് ബൈ n ഈക്വൽ ആവും. ഓക്കെ അല്ലേ? ഇത് ഇത്ര നീളം 1 ആണ്, n ടേൺസ് ഉണ്ടെങ്കിൽ ഈ ഒരു വിഡ്ത്ത്, ഈ ഒരു നൂലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും പറഞ്ഞേ, 1 ബൈ n ഈക്വൽ ആവും. ആ വിഡ്ത്ത് ആയിരിക്കും എന്തിന് ഈക്വൽ ആവുന്ന, ആ വിഡ്ത്ത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്തിന് ഈക്വൽ ആവും, 1 ബൈ n ഈക്വൽ ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കാം. ബി, a screw gauge has a pitch of 1 mm and 200 divisions on the circular scale. ഒരു സ്ക്രൂ ഗേജിന് പിച്ച് എത്രയുണ്ട്, 1 mm ഉണ്ട്, 200 ഡിവിഷൻ ഉണ്ട് സർക്കുലർ സ്കെയിലിൽ. Do you think it is possible to increase the accuracy of the screw gauge arbitrarily by increasing the number of divisions on the circular scale? സർക്കുലർ സ്കെയിലിലെ നമ്പർ ഓഫ് ഡിവിഷൻ കൂട്ടുന്നതിനനുസരിച്ച് ആക്യുറസി കൂട്ടാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താടാ, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ LC. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ സർക്കുലർ സ്കെയിൽ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിൽ ആണ് എന്ത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഡിവിഷൻ കൂട്ടുന്നതിനനുസരിച്ച് ലീസ്റ്റ് കൗണ്ട് എന്ത് ചെയ്യും, കുറയും. ലീസ്റ്റ് കൗണ്ടിന്റെ വാല്യൂ കുറയാൻ തുടങ്ങും. അങ്ങനെ ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞാൽ ആക്യുറസി എന്ത് ചെയ്യടാ പറഞ്ഞ, ആക്യുറസി അത്രയും ആക്യുറേറ്റ് ആയിരിക്കും അല്ലെ. ആക്യുറസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ലീസ്റ്റ് കൗണ്ട് കുറയുമ്പോൾ ആക്യുറസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും.
അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറസി കൂട്ടാൻ പറ്റും. പക്ഷെ ഇതൊരു തിയറിറ്റിക്കൽ ഐഡിയ മാത്രമാണ്. പ്രാക്ടിക്കലി നമുക്കിത് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ അതൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. നമ്മുടെ ഐക്കൊക്കെ ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അത് ഭയങ്കര ടെക്നിക്കലി എന്താണ് ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്ത് കൂടും? തിയറിറ്റിക്കലി നമുക്ക് എന്താ പറയാം? ആക്യുറസി കൂടുമെന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത് ബി, ഇത് എ. ഇനി സി ക്വസ്റ്റ്യൻ എന്തോ പറയുന്നത് നോക്കി. ഇത് മീൻ ഡയമീറ്റർ ഓഫ് എ തിൻ ഗ്രാസ് റോഡ് ഈസ് ടു ബി മെഷർഡ് ബൈ വെർനിയർ കാലിപ്പേഴ്സ്. Why is a set of 100 measurements of the diameter expected to yield a more reliable estimate than a set of 5 measurements only? അതായത് എന്ത് ചെയ്യുക? ഒരു തിൻ ഗ്രാസ് റോഡിന്റെ മീൻ ഡയമീറ്റർ മെഷർ ചെയ്യുക. എന്ത് വെച്ച്? വെർനിയർ കാലിപ്പർ വെച്ച്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ആ 100 മെഷർമെന്റ്സ് എടുക്കുന്നതിനെ മോർ റിലയബിൾ ആയിട്ട് എടുക്കുക. ഏതിനേക്കാളും 5 മെഷർമെന്റ് എടുക്കുന്നതിനേക്കാളും. അതെന്തുകൊണ്ടെന്നാ ക്വസ്റ്റ്യൻ. നമ്മളൊരു 100 മെഷർമെന്റ് 100 തവണ ട്രൈ ചെയ്യുമ്പോൾ അവിടെ റാൻഡം എറേഴ്സ് എന്തെങ്കിലും കൂടും. റാൻഡം എറേഴ്സ് കൂടുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് 5 മെഷർമെന്റ്സ് എടുത്ത് കട്ട് ചെയ്യാതെ എത്രമാത്രം നമുക്ക് മെഷർമെന്റ് എടുക്കാവോ അത്രയും റാൻഡം എറേഴ്സ് എന്ത് ചെയ്യും വരും. അതിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് വാല്യൂയിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 100 മെഷർമെന്റ്സ് എടുക്കുന്നത്. 5 മെഷർമെന്റ്സിനേക്കാളും എടുത്തത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് question number 1.9. The photograph of a house occupies an area of 1.75 centimeter square on a 35 millimeter slide. The slide is projected onto a screen and the area of the house on the screen is 1.55 millimeter square. What is the linear magnification of the projector screen arrangement? എന്തുകൊണ്ട് ഒരു ഹൗസിന്റെ ഫോട്ടോഗ്രാഫ് എത്ര ഏരിയ ഒക്കുപ്പൈ ചെയ്യുന്നു? 1.75 സെന്റിമീറ്റർ സ്ക്വയർ ഒക്കുപ്പൈ ചെയ്യുന്നു. ഏത് സ്ലൈഡിലാണ്? 35 മില്ലിമീറ്ററിന്റെ സ്ലൈഡിൽ. ഇനി ഇത് സ്ലൈഡ് എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രീനിൽ വെച്ച് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഏരിയ ഓഫ് ദി ഹൗസ് ആ സ്ക്രീനിൽ എത്രയായിട്ട് മാറി? 1.5 മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. എങ്കിൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ ആ ഒരു പ്രൊജക്ടർ സ്ക്രീൻ അറേഞ്ച്മെന്റിന്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ഇവിടെ ഏരിയൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കും. ഏരിയയിൽ തന്നിട്ടുള്ള അപ്പൊ ഏരിയൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ പറയാം? ഏരിയ ഓൺ സ്ക്രീൻ, സ്ക്രീനിലുള്ള ഏരിയ ഓൺ സ്ക്രീൻ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയടാ? ഏരിയ ഓൺ സ്ലൈഡ് എന്ന് പറയാമല്ലോ. ഓക്കെ, ഏരിയ ഓൺ സ്ക്രീൻ എത്രയാ? 1.55 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓൺ സ്ലൈഡ് എത്രയാ? 1.75 സെന്റിമീറ്റർ സ്ക്വയർ. അതിന് മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ 1.75 ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇവിടുന്ന് മീറ്റർ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇത് എത്ര കിട്ടും? 8.857 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. എന്താണ്? ഏരിയ മാഗ്നിഫിക്കേഷൻ. ഏരിയൽ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടും? 8.857 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. എങ്കിൽ പറ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ലീനിയർ മാഗ്നിഫിക്കേഷൻ. അപ്പൊ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ. ഏരിയൽ മാഗ്നിഫിക്കേഷന്റെ റൂട്ട് എടുക്കുന്നതാണ് എന്ത്? ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര വരുവാടാ? ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8.857 ഇൻറ്റു 10⁻³ എന്ന് വരും. ഇത് എത്ര കിട്ടും? അറൗണ്ട് 94.1 എന്ന് കിട്ടും. എത്ര കിട്ടും? 94.1 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്രയാ? ലീനിയർ മാഗ്നിഫിക്കേഷൻ 94.1. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1.10. State the number of significant figures in the following. തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഏതാ? 0.007 മീറ്റർ സ്ക്വയർ. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് പറ? ഇതിലാകെ ഈ 7 മാത്രം സിഗ്നിഫിക്കൻ്റ് അല്ലേ? അപ്പൊ ആൻസർ എത്ര? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി അടുത്ത ഏതാ? ബി ഓപ്ഷൻ എടുത്ത് 2.64 ഇൻറ്റു 10⁻24 കിലോഗ്രാം. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറ? ഈ ഒരു പവർ എന്ന് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 1, 2, 3 എത്രയുണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി സി ഓപ്ഷൻ എടുത്തേ 0.2370 ഗ്രാം സെന്റിമീറ്റർ⁻⁻3. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി അടുത്തത് ഏതാണ്? 6.320 ജൂൾ. ഇതിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇതിലെല്ലാവരും സിഗ്നിഫിക്കൻ്റ്. 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഓപ്ഷൻ ഏതാ? 6.032 ന്യൂട്ടൺ മീറ്റർ⁻⁻². ഇതിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇത് സിഗ്നിഫിക്കൻ്റാ, ഈ 0 സിഗ്നിഫിക്കൻ്റാ, ഇത് 2 സിഗ്നിഫിക്കൻ്റ്. അപ്പം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി എഫ് എടുത്തേ എന്ത് കൊടുത്തിട്ടുള്ള? 0.006032 മീറ്റർ സ്ക്വയർ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടടാ? ഈ 0s 1 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഏത് നമ്പർ എന്നാലും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ?
Next question. Question number 1.1. എന്ത് പറഞ്ഞിട്ടുള്ള the length, breadth and thickness of a rectangular sheet of metal are, അതായത് ഒരു മെറ്റൽ ഷീറ്റിന്റെ റെക്ടാങ്കുലർ മെറ്റൽ ഷീറ്റിന്റെ ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 4.234 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 1.005 മീറ്റർ ആണ്. തിക്നെസ് എത്രയാണ്? തിക്നെസ് 2.01 സെന്റിമീറ്റർ ആണ്. Give the area and volume of the sheet to correct significant figures. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് ഏരിയയും വോളിയം തരാനാ ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഈക്വൽ ടു എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇവിടെ ലെങ്ത് എത്രയാണ്? 4.234 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 1.005 അല്ലേ. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടാറുണ്ട്? 4.25517 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 4.25517 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കറിയാം തന്നിട്ടുള്ള രണ്ടെണ്ണത്തിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത മിനിമം നമ്പർ 2ൽ 4 ആയതുകൊണ്ട് ആൻസറിൽ എത്ര വേണം? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണം. അപ്പോൾ ഇനി എനിക്ക് എങ്ങനെ എഴുതാം? 4.255 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 4.255 മീറ്റർ സ്ക്വയർ എന്ന് എഴുതി ഏരിയ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഹൈറ്റ് ആണ്, അപ്പോൾ ഇവിടെ തിക്നെസ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ലെങ്ത് എത്രയാണ്? 4.234 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 1.005 ഇൻറ്റു തിക്നെസ് എന്തിലാണ് തന്നിട്ടുള്ളത്? സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ മീറ്ററിലാക്കണം. അപ്പോൾ 0.0201 എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റു 0.0201. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര വരും? അറൗണ്ട് 0.0855375 എന്തെന്ന് കിട്ടും? മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. വോളിയം അല്ലേ, അപ്പം മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നമുക്കറിയാം ഇവിടെ തിക്നെസ് എടുത്ത ബാക്കി 2ൽ 4 ഉണ്ട്. ഇവിടെ വോളിയം എടുത്തപ്പോൾ തിക്നെസ് കൂടെ വന്നിട്ടുണ്ട്. തിക്നെസ്സിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇവിടെ എടുത്താലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പോൾ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ ആൻസർ എഴുതാം? 0.0855 എന്തെന്ന് എഴുതൂടാ? മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര കിട്ടി? ഏരിയ എത്ര കിട്ടി? 4.255 മീറ്റർ സ്ക്വയറും വോളിയം എത്ര കിട്ടി? 0.0855 മീറ്റർ ക്യൂബ് കിട്ടി. ഓക്കെ അല്ലേ? Question number 1.12. The mass of a box measured by the grocer's balance is 2.30 kg. അപ്പം ഒരു ഗ്രോസേഴ്സിന്റെ ബാലൻസിൽ മെഷർ ചെയ്ത മാസ് ഓഫ് ബോക്സ് എത്രയാണ്? മാസ് ഓഫ് എ ബോക്സ് എത്രയാണ്? 2.30 കിലോഗ്രാം ആണ് അല്ലേ. ഇനി എനിക്ക് 2.3 കിലോഗ്രാം എന്ന് എഴുതാം. ഇനി 2 gold pieces of masses 20.15 gram and 20.17 gram are added to the box. അപ്പോൾ 2 പീസസ് ഉണ്ട്. ഒന്നാമത്തെ പീസിന്റെ മാസ് എത്ര? 20.15 gram. അത് എത്ര കിട്ടും കിലോഗ്രാമിലാക്കുമ്പോൾ? 0.02015 കിലോഗ്രാം എന്ന് വരും. അടുത്ത പീസിന്റെ മാസ് എത്ര? 20.17 gram. അതിന് കിലോഗ്രാമിലാക്കുമ്പോൾ എത്ര കിട്ടും? 0.02017 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി ടോട്ടൽ മാസ് പറഞ്ഞേ. ടോട്ടൽ മാസ് ഈസ് ഈക്വൽ ടു ഇത് 3ഉം കൂടെ വരുത്തിയ ടോട്ടൽ മാസിൽ 2.30 പ്ലസ് 0.02015 പ്ലസ് 0.02017 കിലോഗ്രാം ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 2.34032 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതിനെ എന്ത് ചെയ്യണം? കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് ആക്കണം അല്ലേ. നമുക്ക് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് ആക്കണമെങ്കിൽ മാസ് ഓഫ് ദി കോസ് ഇവിടെ എന്താണ്? അഡിഷൻ അല്ലേ നടക്കുന്നത്. അപ്പൊ ലീസ്റ്റ് ഡെസിമൽ നമ്പർ ഉള്ളത് ആർക്കാന്ന് നോക്കണം. ഇവിടെ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് ഉള്ളത് ആർക്കാം? ഈ 2.3 അല്ലേ. അപ്പൊ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എങ്ങനെ എഴുതണം? 2.3 കിലോഗ്രാം എന്ന് എഴുതണം. റൗണ്ട് ഓഫ് ചെയ്ത് എങ്ങനെ എഴുതണം? 2.3 കിലോഗ്രാം എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഇത് എ പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻസ് ഇൻ മാസസ് ഓഫ് ദി പീസസ്. മാസസ് ഓഫ് ദി പീസസിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 20.17 മൈനസ് 20.15 ഈസ് ഈക്വൽ ടു 0.02 ഗ്രാം എന്ന് കിട്ടും. ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് അല്ലേ. ആൻസറിലും 2 ഡെസിമൽ പ്ലേസസ് ആയിരിക്കും. അപ്പൊ ഡിഫറൻസ് എത്രയാ? 0.02 ഗ്രാം ആയിരിക്കും എന്താ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1.13. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് relates moving mass m to the rest mass m0 of a particle in terms of its speed v and the speed of light c. This relation first arose as a consequence of special relativity due to Albert Einstein. A boy recasts the relation almost correctly but forgets where to put the constant c. He writes m is equal to m0 into 1 minus v square the whole raised to 1/2. Thus where to put the missing c.
അതായത് ഇതെന്താണ് മൂവിങ് മാസിന്റെ റെസ്റ്റ് മാസിന്റെ ഒക്കെ ഒരു ഫേമസ് റിലേഷൻ ആണ് അല്ലെ. മൂവിങ് മാസ് ആണ് എം, റെസ്റ്റ് മാസ് ആണ് m0. ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആയത്. ഇവിടെ ഒരു സിയുടെ എന്തുണ്ട്, കുറവുണ്ട്. ഒരു സി എന്ന് പറയുന്ന, അതായത് സി എന്ത്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ആ ഒരു കോൺസ്റ്റന്റിന്റെ കുറവുണ്ട്. അത് എവിടെ ഇട്ടാ ഈ റിലേഷൻ കറക്റ്റ് ആവുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഈ റിലേഷൻ ഒന്ന് എഴുതി നോക്കാം. എന്ത് റിലേഷൻ? m = m0 ഡിവൈഡഡ് ബൈ എന്താ 1 - v² the whole raised to 1/2. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? m = m0 × √1/2 റൂട്ട് എന്ന് എഴുതാം. 1 - v² എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാടാ? m0/m = എന്ത് വരും? √1 - v² എന്ന് എഴുതാം. m0 മാസ, m മാസ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? രണ്ട് മാസത്തിന്റെയും കട്ട് ചെയ്ത് പോയിട്ട് ഇതെന്താവും? ഡയമെൻഷൻ ലെസ് ആവും. ഈ സൈഡ് എന്താവും? ഡയമെൻഷൻ ലെസ് ആവും. ഈ സൈഡ് ഡയമെൻഷൻ ലെസ് ആയ √1 - v² എന്താവണം? ഡയമെൻഷൻ ലെസ് ആവണം. അതിന് ഡയമെൻഷൻ എന്ത് കാണല്? ഡയമെൻഷൻ കാണല്. 1 - v² ഡയമെൻഷൻ കാണില്ലെങ്കിൽ ഈ v²ന്റെ കൂടെ എന്തുകൂടെ വരണോടാ? ഡിവൈഡഡ് ബൈ ഒരു c² വരണം അല്ലേ. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ രണ്ടും ഡയമെൻഷൻ കട്ടായിപ്പോ 1 - എന്ത് വരും? ഡയമെൻഷൻ. ഇവിടെ ഒരു ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇതും എന്താവും? ഡയമെൻഷൻ ലെസ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ ആ c² എവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം പറഞ്ഞേ? √1 - v² ഡിവൈഡ് ബൈ ഈ c² ഇവിടെ വരണം. രണ്ട് സ്പീഡ് അല്ലേ, രണ്ടിന്റെ ഡയമെൻഷൻ സെയിം അല്ലേ, എങ്കിൽ മാത്രമേ രണ്ടിന്റെ ഡയമെൻഷൻ എന്താവും? ക്യാൻസൽ ആയി പോവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ c² v²ന്റെ താഴെ വരണം. ഓക്കെ അല്ലേ. അപ്പൊ ഈ റിലേഷൻ എങ്ങനെയാവും പറഞ്ഞേടാ? m = m0 ഡിവൈഡഡ് ബൈ 1 - v² ഡിവൈഡ് ബൈ c² the whole raised to 1/2 എന്ന് വരും. ഓക്കെ അല്ലേ. ഇങ്ങനെ ആവണം എന്ത്? റിലേഷൻ. ക്ലിയർ അല്ലേ? Question number 1.14. The unit of length convenient on the atomic scale is known as an Armstrong and is denoted by Armstrong. 1 Armstrong എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 10⁻⁻10 മീറ്റർ തന്നിട്ടുണ്ട്. സൈസ് ഓഫ് എ ഹൈഡ്രോജൻ ആറ്റം ഈസ് അബൌട്ട് 0.5 ആംസ്ട്രോങ് തന്നിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൈസ് അല്ല, ഹൈഡ്രോജൻ ആറ്റത്തിന്റെ റേഡിയസ് ആണ് എന്ത് മക്കളെ? 0.5 ആംസ്ട്രോങ്. അപ്പൊ ഇവിടെ എന്താണ്? റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. എത്രയെന്ന് അത് അറിഞ്ഞിരിക്കണം. റേഡിയസ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം എത്രയാണ്? 0.5 ആംസ്ട്രോങ് ആണ്. അപ്പൊ അവിടെ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്താണ്? റേഡിയസ് ആണ് ഒരു 0.5 ആംസ്ട്രോങ് തന്നിട്ടുള്ളത്. എങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ടോട്ടൽ അറ്റോമിക് വോളിയം ഇൻ മീറ്റർ ക്യൂബ് ഓഫ് എ മോൾ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ്? ഒരു മോൾ ഹൈഡ്രോജൻ ആറ്റംസിന്റെ ടോട്ടൽ അറ്റോമിക് വോളിയം എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റേഡിയസ് 0.5 ആംസ്ട്രോങ് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? റേഡിയസിനെ മീറ്ററിലാക്കണം. അപ്പൊ റേഡിയസിനെ മീറ്ററിലാക്കാൻ റേഡിയസ് = എന്തെന്ന് എഴുതാം? 0.5 × ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. അപ്പൊ 10⁻10 മീറ്റർ. ഇനി എത്രയെന്ന് എഴുതാം? 5 × 10⁻11 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി വോളിയം ഓഫ് ഒരു സിംഗിൾ ഹൈഡ്രോജൻ ആറ്റത്തിന്റെ വോളിയം എത്ര വരും? വോളിയം = 4/3 πr³ വരും. ദാറ്റ് ഈസ് 4/3 π × r എത്രയാണ്? 5 × 10⁻11 ക്യൂബ്. ഓക്കെ അല്ലേ. 5 × 10⁻11 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 4/3 π × 1.25 × 10⁻31 മീറ്റർ ക്യൂബ് എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 5.24 × 10⁻31 മീറ്റർ ക്യൂബ് എന്ന് വരും. ഇതാണ് എന്താ? ഒരു ഹൈഡ്രോജൻ ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. നമുക്ക് എന്തോ വേണ്ടത്? 1 മോൾ ഓഫ് ഹൈഡ്രോജൻ ആറ്റത്തിന്റെ ടോട്ടൽ വോളിയം ആണ് വേണ്ടത്. അപ്പൊ ടോട്ടൽ അറ്റോമിക് വോളിയം = ഒരു മോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ആറ്റം ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഉണ്ട്. അപ്പം ഇപ്പൊ കണ്ടുപിടിച്ച് v × എന്ത് ചെയ്താൽ എടുത്താൽ മതി? അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 5.24 × 10⁻31 × അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23. ഓക്കെ അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 3.16 × 10⁻7 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 3.16 × 10⁻7 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. Question number 1.15. 1 mole of an ideal gas at standard temperature and pressure occupies 22.4 ലിറ്റർ. അതായത് മോളാർ വോളിയം. അതായത് ഒരു മോൾ ഐഡിയൽ ഗ്യാസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എത്രയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്? 22.4 ലിറ്റർ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മോളാർ വോളിയം ടു ദ അറ്റോമിക് വോളിയം ഓഫ് എ മോൾ ഓഫ് ഹൈഡ്രോജൻ? നമുക്ക് മോളാർ വോളിയം ടു അറ്റോമിക് വോളിയത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് സൈസ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം 1 ആംസ്ട്രോങ് തന്നിട്ടുണ്ടോ. ഈ സൈസ് ആണ് ഹൈഡ്രോജൻ മോളിക്യൂളിന്റെ എത്ര? 1 ആംസ്ട്രോങ്. ഇവിടെ റേഡിയസ് എത്ര കിട്ടും? റേഡിയസ് എത്ര കിട്ടും? 0.5 ആംസ്ട്രോങ് കിട്ടും. ഓക്കെ അല്ലേ. ഇത് നോട്ട് ചെയ്ത് വെക്കണം.
എന്നിട്ട് നമ്മളിത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ റേഷ്യോ സോ ലാർജ് ആയെന്ന്. ഓക്കെ അല്ലേ? ആദ്യം അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കാം. വോളിയം ഓഫ് മോളിക്യൂൾ. വോളിയം ഓഫ് മോളിക്യൂൾ എത്ര കിട്ടും? 4/3 പൈ ആർ ക്യൂബ് അല്ലേ? ദാറ്റ് ഈസ് 4/3 പൈ ഇൻറ്റു ആർ എത്ര ഇവിടെ? 5 ഇൻറ്റു 10⁻⁻11 ആണ് നേരത്തെ നമ്മൾ ചെയ്ത. അപ്പോൾ ഇത് എത്ര കിട്ടുമായിരുന്നു നേരത്തെ? 5.24 ഇൻറ്റു 10⁻31 മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടിയത് അല്ലേ? വോളിയം ഓഫ് മോളിക്യൂൾ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോളാർ വോളിയം തന്നിട്ടുണ്ട്. എത്രയാ? 22.4 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 22.4 ലിറ്റർ മോളാർ വോളിയം തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു മോളിക്യൂളിന്റെ വോളിയം എത്ര? 5.24 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു മോളിന്റെ അറ്റോമിക് വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ അറ്റോമിക് വോളിയം ഫോർ 1 മോൾ ഈസിക്കലിറ്റി എന്ത് ചെയ്യണം? ഇതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നേരത്തെ നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് എത്രയും കിട്ടിയേ? 3.16 ഇൻറ്റു 10⁻7 മീറ്റർ ക്യൂബ് എന്നായിട്ടേ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തേതാണ്ട് 3.16 ഇൻറ്റു 10⁻7. അപ്പോൾ അത് കിട്ടി 3.16 ഇൻറ്റു 10⁻7 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമുക്ക് റേഷ്യോ എടുക്കാം. റേഷ്യോ എന്തിൻ്റെയാണ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? മോളാർ വോളിയം ഡിവൈഡഡ് ബൈ അറ്റോമിക് വോളിയം. ഇതിൻ്റെ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസിക്കൽ ടു എത്ര കിട്ടും പറഞ്ഞേ? മോളാർ വോളിയം എത്രയാ? 22.4. അതിനെ മീറ്റർ ക്യൂബിലാക്കുമ്പോൾ 22.4 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് വരും. ഡിവൈഡഡ് ബൈ 3.16 ഇൻറ്റു 10⁻7 മീറ്റർ ക്യൂബ്. ഈസിക്കൽ ടു എത്ര കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് 7.09 ഇൻറ്റു 10⁻4 എന്തെന്ന് കിട്ടും? വാല്യൂ കിട്ടും. റേഷ്യോ എത്ര കിട്ടും? 7.09 ഇൻറ്റു 10⁻4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ റേഷ്യോ എന്തുകൊണ്ടാണ് ഇത് ലാർജ് ആവാൻ കാരണം? ഈ റേഷ്യോ ലാർജ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡിയൽ ഗ്യാസിൽ മോളിക്യൂൾസ് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അത് നെഗ്ലിജിബിൾ സ്പേസിലാണ്. അതായത് ആ ഒരു കണ്ടെയ്നറിന്റെ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എന്താണ് ഒരു ഐഡിയൽ ഗ്യാസിന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ സ്പേസിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ഒക്കുപ്പൈ ചെയ്യുന്നത് അല്ലേ? അപ്പൊ മോളാർ വോളിയം അതായത് എന്താണ്? ലാർജ് വോളിയം. അതെന്താണ്? ആ ഒരു എംപ്റ്റി സ്പേസ് ആണ്. ആ ഒരു മോളാർ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? മോസ്റ്റ്ലി എംപ്റ്റി സ്പേസ് ആയിരിക്കും. കാരണം ഗ്യാസ് മോളിക്യൂൾസ് എന്താ ദൂരെ ആയിരിക്കും. കാരണം മിനിമം ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ഉള്ളത് ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ. അപ്പോൾ ഗ്യാസ് എന്തായിരിക്കും? ഒരുപാട് ദൂരെ ആയിരിക്കും. അതുകൊണ്ടാണ് മോളാർ വോളിയം അറ്റോമിക് വോളിയം തമ്മിൽ എന്ത് വരുന്നത്? ഇത്രയും ഒരു എന്താ വരുന്നത്? റേഷ്യോ വരുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് എന്ത് ലാർജർ ആവുന്നത്? ഇത് ഈ അറ്റോമിക് വോളിയം ഇത്രയും എന്താവുന്നത്? ലാർജർ ആവുന്നത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 7.09 ഇൻറ്റു 10⁻⁴ എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. 7.09 ഇൻറ്റു 10⁻4 എന്ന് കിട്ടും റേഷ്യോ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഈ റേഷ്യോ എന്താണ് ഇത്രയും ലാർജ് ആവാൻ കാരണം എന്നല്ലേ? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ലാർജ് ആവാൻ കാരണം ഐഡിയൽ ഗ്യാസിന്റെ കേസസിൽ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് കണ്ടെയ്നർ വോളിയം ഓഫ് കണ്ടെയ്നർ വെച്ച് നോക്കുമ്പോൾ മോളിക്യൂൾസ് ഒക്കുപ്പൈ ചെയ്യുന്നത് എന്താണ്? നെഗ്ലിജിബിൾ സ്പേസിലാണ് അല്ലെ? അപ്പൊ ഈ മോളാർ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മോസ്റ്റ്ലി ആ ഒരു എംപ്റ്റി സ്പേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അറ്റോമിക് വോളിയം എടുക്കുമ്പോൾ ആ ഒരു ആറ്റം എല്ലാം ഒരു നെഗ്ലിജിബിൾ സ്പേസിൽ. അപ്പൊ അതിന്റെ എല്ലാം കൂടെ വോളിയം എടുക്കുമ്പോൾ ആ മോളാർ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വലിയ എന്ത് വന്നത്? റേഷ്യോ വന്നത്. ഓക്കെ അല്ലേ? Question number 1.16. Explain this common observation clearly. If you look out of the window of a fast-moving train, the nearby trains, houses, etc. seem to move rapidly in a direction opposite to the train's motion. But the distant objects, hilltops, the moon, stars, etc. seem to be stationary. In fact, since you are aware that you are moving, these distant objects may seem to move with you. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അതായത് നിങ്ങളൊരു കാറിൽ അല്ലെങ്കിൽ ഒരു ബസ്സിലിരിക്കുകയാണ്. ഇതാണ് നമ്മൾ. ഓക്കെ, ഞാൻ ഒരു ബസ്സിലിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ചുറ്റടുത്ത് എനിക്ക് എന്തുണ്ട്? കുറേ മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇനി ദൂരെ എനിക്ക് എന്തുണ്ട്? ഞാൻ നൈറ്റിലാണ് പോകുന്നത്. അപ്പൊ ദൂരെ ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു അമ്പിളിമാമനുണ്ട്. എന്തുണ്ട്? ഒരു അമ്പിളിമാമനുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അമ്പിളിമാമൻ എന്താ? വലിയ ഏരിയല്ലേ അമ്പിളിമാമനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇവർ തമ്മിലുള്ള ഐ ഓഫ് കോണ്ടാക്ട് പാരലാക്സ് മെത്തേഡാണ് ഇവിടെ എന്താണ് ആക്ച്വലി റീസൺ എന്ന് പറയുന്നത്. റീസൺ ചോദിച്ചാൽ പാരലാക്സ് മെത്തേഡാണ്. നമുക്കത് വരയ്ക്കുകയാണെങ്കിൽ പാരലാക്സ് മെത്തേഡ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് എന്തുണ്ട്? ഇതാണ് എൻ്റെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2 ലൈൻ നമുക്ക് വരയ്ക്കാൻ. നമുക്ക് 2 ഇതുണ്ട്. ഇത്രയാണ് എനിക്ക് ഇവിടെ നിന്നുള്ള ആംഗിൾ. അപ്പൊ ഈ ഒരു ആംഗിളാണ് തീറ്റ കവർ ചെയ്യുന്നത് അല്ലെ? ഇവിടുന്ന് ഇവിടം വരെ പോകുന്ന ആംഗിൾ എന്താ? തീറ്റയാണ്. അപ്പോൾ ഞാൻ നിയർ ബൈ ഒബ്ജക്ട്സ് കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? നിയർ ബൈ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. നിയർ ബൈ ഒബ്ജക്ട്സ് അടുത്തുള്ള ട്രീ.
ആ തീറ്റ എത്രയായിരിക്കും? കുറവായിരിക്കും. തീറ്റ ഡാഷ് കുറവായിരിക്കും അല്ലേ? അപ്പം നിയർ ബൈ, ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിയർ ബൈ ഒബ്ജക്ട്സ് എനിക്ക് കുറച്ച് നേരത്തേക്ക് എൻ്റെ കണ്ണിൽ കാണാൻ പറ്റും അല്ലേ? ഞാൻ അതായത് ഒബ്ജക്ട്സ് എൻ്റെ ഐക്ക് ക്ലോസ് ആയിട്ടുള്ളതിനെ എനിക്ക് എന്താണ് പെട്ടെന്ന് മൂവ് ചെയ്യും. കാരണം എന്താ? അവരും ഞാനും തമ്മിലുള്ള ആംഗിൾ എന്താ? കുഞ്ഞാണ്. അടുത്ത ഈ ഒരു ആംഗിൾ വരുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത മരമായിരിക്കും കാണുന്നത് അല്ലേ? അടുത്ത ഈ ഒരു ആംഗിൾ കഴിഞ്ഞാൽ അടുത്ത ആംഗിളിലോട്ട് വരുമ്പോൾ എനിക്ക് അടുത്ത മരമാണ് കാണുന്നത്. അപ്പം ആ ഒരു ആംഗിൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് കുക്കായിട്ട് മാറുന്നതായിട്ട് എനിക്ക് എന്ത് ചെയ്യും? തോന്നും അല്ലേ? ആ സമയത്ത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആകുമ്പോഴോ അവിടെ ഇത്രയും ഷിഫ്റ്റ് നടക്കാൻ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഷിഫ്റ്റ് നടക്കാൻ ഈ ആംഗിൾ തീറ്റ ഉണ്ട് അല്ലേ? ഇത്രയും ഷിഫ്റ്റ് നടക്കുന്നവരെ ഈ ആംഗിൾ ഉണ്ട്. ഇവിടെ വരെ മൂവ് ചെയ്തു, അപ്പോഴും തീറ്റ തന്നെയാ. പിന്നെയും മൂവ് ചെയ്തു, തീറ്റ തന്നെയാ. പിന്നെയും മൂവ് ചെയ്തു, തീറ്റ തന്നെയാ. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും തീറ്റ കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ കണ്ണിന് എന്ത് പോകുള്ളൂ? ആ ഒരു ഷിഫ്റ്റ് നടക്കുകയുള്ളൂ അല്ലെ? ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. അതിന്റെ വ്യൂ പോയിന്റും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. അപ്പൊ അവിടുത്തെ സിപ്പ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് എനിക്ക് ചിലപ്പോൾ എന്തായിട്ട് തോന്നുന്നത്? സ്റ്റേഷനറി ആയിട്ട്. അതുപോലെ ചിലപ്പോൾ അതെനിക്ക് എൻ്റെ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. എൻ്റെ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന കാരണം എന്താ? റിലേറ്റീവ് മോഷന്റെ ഇത് എക്സാമ്പിൾ കൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്താ എൻ്റെ ആക്ച്വൽ കാരണം എന്ന് വെച്ചാൽ എന്തെന്ന് പറയും? പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് ആണ് എൻ്റെ ആക്ച്വൽ കാരണം എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് question number 1.17. If sun is a hot plasma ionized matter with its inner core at a temperature exceeding 10 raised to 7 Kelvin and its outer surface at a temperature of about 6000 Kelvin. At these high temperatures, no substance remains in a solid or liquid phase. In what range do you accept the mass density of the sun to be? In the range of densities of solids and liquids or gases. Check if your guess is correct from the following data. Mass of sun 2 into 10 raised to 30 kilogram. Radius of sun 7 into 10 raised to 8 meter. എന്ത് പറഞ്ഞിട്ടുള്ളത്? സൺ എന്ന് പറയുന്നത് ഹോട്ട് പ്ലാസ്മ ആണ്, അയണൈസ്ഡ് മാറ്റർ ആണ്. വിത്ത് ഇറ്റ്സ് ഇന്നർ കോർ, അതിന്റെ ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എത്രയാണ്? 10 raised to 7 കെൽവിൻ എക്സീഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ എത്രയാണ്? 6000 കെൽവിൻ ആണ് അല്ലേ? ഇനി അറ്റ് ദീസ് ഹൈ ടെമ്പറേച്ചർ, ഈ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? നോ സബ്സ്റ്റൻസ് റിമെയിൻസ് ഇൻ എ സോളിഡ് ഓർ ലിക്വിഡ് ഫേസ്. ഒരു സബ്സ്റ്റൻസ് ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, സോളിഡ് ലിക്വിഡ് ഫേസിൽ എന്ത് ചെയ്യില്ല? റിമെയിൻ ചെയ്യത്തില്ല. എങ്കിൽ ഇൻ വാട്ട് റേഞ്ച് ഡു യു എക്സെപ്റ്റ് ദ മാസ് ഡെൻസിറ്റി ഓഫ് ദി സൺ ടു ബി? മാസ് ഡെൻസിറ്റി സണ്ണിൻ്റെത് എത്രയാണെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന ക്വസ്റ്റ്യൻ. അതുപോലെ അതിന്റെ റേഞ്ച് ഓഫ് ഡെൻസിറ്റി സോളിഡിനും ലിക്വിഡിനായിരിക്കും അതോ ഗ്യാസസിനായിരിക്കോ റേഞ്ച് വരുന്നത്? ഡെൻസിറ്റിയുടെ റേഞ്ച് വരുന്നതെന്നോ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് തന്നിട്ടുണ്ട്? മാസ് ഓഫ് സണ്ണും റേഡിയസ് ഓഫ് സണ്ണും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 into 10 raised to 13. ഇനി റേഡിയസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 7 into 10 raised to 8 മീറ്റർ തന്നിട്ടുണ്ട്. വോളിയം ഓഫ് സൺ എത്ര വരും? വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 7 into 10 raised to 8 അതിൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുകടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അറൗണ്ട് 4.57 ഇൻറ്റു 10 raised to 26 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതെന്താണ്? വോളിയം ഓഫ് എന്താണ്? സൺ ആണ് അല്ലെ? സണ്ണിന്റെ വോളിയം എത്ര കിട്ടി? 4.57 ഇൻറ്റു 10 raised to 26 മീറ്റർ ക്യൂബ് കിട്ടി. ഇനി ഡെൻസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. മാസ് എത്രയാണ്? 2 into 10 raised to 30 ആണ് ഡിവൈഡഡ് ബൈ വോളിയം. ഇപ്പൊ എത്ര കിട്ടി? 4.57 ഇൻറ്റു 10 raised to 26 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.38 ഇൻറ്റു 10 raised to 3 എത്രയെന്ന് കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതെന്താ മക്കളെ? ഡെൻസിറ്റി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഡെൻസിറ്റി നമുക്ക് 4.38 ഇൻറ്റു 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമ്മുടെ സോളിഡ്സിന്റെ ഡെൻസിറ്റി എവിടെ തൊട്ട് എവിടെ ആയിരിക്കും എന്ന് അറിയാവോ? ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് പറയുന്നത്, സോളിഡ്സിന്റെ ഡെൻസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 10 raised to 3 to 10 raised to 4 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും അറൗണ്ട് ഒരു 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആ സമയത്ത് ഗ്യാസസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് അറൗണ്ട് 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഇനി പറ, ആവറേജ് ഡെൻസിറ്റി ഓഫ് സൺ എത്ര കിട്ടി? 4.38 ഇൻറ്റു 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇത് അറൗണ്ട് ആരുടെ ഡെൻസിറ്റിക്ക് ഈക്വൽ? സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഡെൻസിറ്റിയുടെ റേഞ്ച് അല്ലേ വരുന്നത്? എന്തിന്റെ വരില്ല? ഗ്യാസിന്റെ ഡെൻസിറ്റിയുടെ റേഞ്ചിന്റെ അത്രയും ഒന്നും ഇല്ല അല്ലെ? ഗ്യാസിന്റെ ഡെൻസിറ്റിയുടെ റേഞ്ചിൽ എന്ത് വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി 4.38 ഇൻറ്റു 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്താ റേഞ്ച് എന്ന് പറയുന്നത്. സോ എന്തിന്റെ? നമ്മുടെ ഡെൻസിറ്റിയുടെ ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയായിരിക്കും. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സമ്മറിയും അതുപോലെ എക്സാമ്പിൾസും അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നമുക്ക് എത്ര എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 17 എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 5 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സമ്മറി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്തൊന്നും എറർ വന്നിട്ടില്ല, കാരണം ലേറ്റസ്റ്റ് NCERT എന്തില്ല, എറർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എറേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തത്. എറേഴ്സിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ നീഡിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.